നമ്മളിന്ന് മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും. മത്തി വൃത്തിയാക്കിയതിന് ശേഷം അത് നമുക്ക് അതുപോലെ തന്നെ ഇടാം, അതായത് മുറിക്കാതെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ 2-3 കഷ്ണമായിട്ട് മുറിച്ചിടുക. മത്തി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെക്കാം. ഇതുപോലെ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇവിടെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക്. ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെയും അളവ് നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുടംപുളി വേണം. കുടംപുളി 3 കഷ്ണം കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചതാണ്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും പൊടികളും ചേർത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു ബ്ലെൻഡറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം, ഉലുവ ചേർക്കാം, പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ മഷി പോലെ അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശവും ഒന്ന് വറ്റി വരണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളം വറ്റി ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി ഇനി ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പും മീനും ചേർക്കാം. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മീൻ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കറി ഒന്നും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. കറി നന്നായിട്ടൊന്ന് കുറുകി വരണം. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തതാണ്. കറി റെഡി ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ പാകം. ഇത് നമുക്ക് അടച്ചു വെക്കാം.
ഒരു 10 മിനിറ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് അടച്ചു വെച്ച മത്തിക്കറിയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചതാണ്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് കുറച്ചും കൂടി മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്രേവി കുറച്ചും കൂടി തിക്കാവും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്.